ഹായ്, ഇന്ന് നമ്മളൊരു കോളിഫ്ലവർ പൊട്ടറ്റോ മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം കോളിഫ്ലവർ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ഇനി കുഞ്ഞ് പീസുകളായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ പൊട്ടറ്റോ കുറച്ചൊന്ന് നീളത്തിലാണ് കട്ട് ചെയ്യാനുള്ളത്. രണ്ടും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്നൊരു 5 to 10 minutes ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അതിന് രണ്ടിനെയും നമ്മളൊന്ന് ചെറുതായിട്ട് എണ്ണയിലിട്ട് സോട്ട് ചെയ്താണ് എടുക്കുന്നത്. ഒരു 15 minutes ഒക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിനൊരു കുറച്ച് വേവുണ്ടല്ലോ, അപ്പോഴത്തേക്കും ഒന്ന് കുക്കായിട്ട് വരും. കുറച്ചൊരു സോഫ്റ്റ് ടെക്സ്ചറായിട്ട് കിട്ടണം ഇതിന്. ആദ്യം നമ്മൾ കോളിഫ്ലവർ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 15 minutes മാക്സിമം ആണ്. അപ്പോഴത്തേക്കും ഇതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പൊട്ടറ്റോയും കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് രണ്ടും കുക്കായി വരുമ്പോഴത്തേക്കും നമുക്കൊരു 2 സവാള, അല്ല വലിയ സവാള ആണെങ്കിൽ 2, മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 3 സവാള എടുത്തൊന്ന് ചോപ്പ് ചെയ്ത് വയ്ക്കാം. അതുപോലെ കുറച്ചൊരു 4 to 5 ചില്ലിയും നമുക്ക് അതുപോലെ എടുത്തൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. എണ്ണയിൽ കുറച്ച് കടുകും ജീരകവും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇടുന്നുണ്ട്. അതൊന്ന് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് അതും ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതൊന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം. സോഫ്റ്റായിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ടൊമാറ്റോയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഇട്ട് പിന്നെ ഒന്ന് കുറച്ച് നേരം നമുക്ക് കുക്ക് ചെയ്തെടുക്കുക. ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അത് കുക്കായി വരുമ്പോഴത്തേക്ക് ആദ്യം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലയും കൂടെ ഇട്ടാണ് നമ്മളൊന്ന് മസാല റെഡിയാക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും പൊട്ടറ്റോയും ഇടുക. അതും ഒന്ന് നല്ല മസാലയായിട്ട് യോജിപ്പിച്ചെടുക്കുക. അവസാനമായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടാണ് അതിന് നമ്മുടെ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നത്. കഴിഞ്ഞ പരിപാടി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.